ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനായി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുജ്തബ ഖമനായിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. റേഡിയോ അവതാരകൻ ഗ്ലെൻ ബെക്കുമായുള്ള ഫോൺ അഭിമുഖത്തിലായിരുന്നു ട്രംപ് നിർണായക വിവരം പങ്കുവച്ചത്. US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ പിതാവ് ആയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുജ്തബ ഖമനായി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതായുള്ള ഫോട്ടോകളും പുറത്തു വന്നിരുന്നില്ല. ഇതേ തുടർന്ന് മുജ്തബ ഖമനായി കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങളടക്കം ഉയർന്നിരുന്നു. അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ കരുതുന്നില്ല. ആക്രമണത്തിൽ അദ്ദേഹത്തിന് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശരീരത്തിന്റെ ഇടതുഭാഗം, കൈ, കാൽ തുടങ്ങിയ എല്ലാ ഭാഗത്തും പരിക്കുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചുവെന്ന് ഞാൻ കരുതുന്നില്ല, ട്രംപ് പറഞ്ഞു. ഇനി അങ്ങനെയല്ല, പരമോന്നത നേതാവ് ജീവനോടെയില്ലെങ്കിൽ അവർ വളരെ മികച്ച ഒരു നാടകം കളിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് മുജ്തബ ഖമനായി എത്തിയിട്ടും പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് പല അഭ്യൂഹങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അല്ലെങ്കിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാകാമെന്നുമടക്കം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതെന്ന തരത്തിൽ ഇടയ്ക്കിടെ വാർത്താക്കുറിപ്പ് സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടാറുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അടുത്തിടെ ഇറാന്റെ ഫോഴ്സ് ന്യൂസ് ഏജൻസി പരമോന്നത നേതാവിന്റെ തീയതി രേഖപ്പെടുത്താത്ത അപൂർവ വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം ഇറാൻ തന്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകൻ ബാരൻ ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഔദ്യോഗിക മാധ്യമം വീഡിയോ സംപ്രേഷണം ചെയ്യുകയും തലക്ക് $10 ദശലക്ഷം ഏകദേശം 83 കോടിയിലധികം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. 2 മക്കളിൽ ആരെയാണ് ലക്ഷ്യമിട്ടതെന്നോ ആരോപിക്കപ്പെടുന്ന വധശ്രമം എപ്പോൾ നടന്നുവെന്നതിനെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നെതന്യാഹു വ്യക്തമാക്കിയിട്ടില്ല. തിങ്കളാഴ്ച ഇസ്രായേലിലെ ചാനൽ 14 നൽകിയ ഫോൺ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.